72 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു യാത്രയാണല്ലോ നാം ഇന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഈ ദേവാലയത്തിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ എന്നെ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ യാത്രയിലേക്ക് വളരെ സവിനയം ക്ഷണിക്കുകയാണ്. അടുത്ത 1 മണിക്കൂർ സമയം മറ്റൊരു ചിന്തകളും നമ്മുടെ മനസ്സിനെ അലട്ടാതിരുന്നെങ്കിൽ ഒരു യാത്രയിലൂടെ നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 72 മണിക്കൂറിനെ ഞാൻ ഒരു ഒറ്റ പകലാക്കി ഈ പകൽ ഒന്ന് ചിത്രീകരിച്ചോട്ടെ. ഈ രാത്രിക്ക് അങ്ങനെയാകാം എന്നെനിക്ക് ഉള്ളത്തിൽ തോന്നുന്നു. ഈ രാത്രി ഈ അബ്രഹാം പിതാവിൻ്റെയും ഇസഹാക്കിൻ്റെയും യാത്രയെ ഒരൊറ്റ പകലാക്കി ഒന്ന് ചിത്രീകരിച്ച് 3 യാമങ്ങൾ നമ്മുടെ ജീവിതത്തിന് തരുന്ന 3 ബലപ്പെടുത്തലുകൾ, 3 സന്ദേശങ്ങൾ വർത്തമാനകാലത്തിന്റെ പരിസരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ യാത്രയിലേക്ക് ദയവായി പ്രവേശിക്കണം. 1, ഇതാ ചരിത്രത്തിന്റെ അങ്ങേ തലയ്ക്കൽ ആ മലഞ്ചെരുവിലെ ചെറിയ വീട്ടിൽ നിന്ന് 2 പേർ യാത്രയ്ക്കായി ഇറങ്ങുകയാണ്. 1, വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതം. 3 യാമങ്ങളാണ്, പ്രഭാതത്തിലാണ് നാം ആരംഭിക്കുന്നത്. മോർണിംഗ് ദാറ്റ് ചേഞ്ചസ് ഫീസ്റ്റ് ടു ഫ്രസ്ട്രേഷൻസ്, അല്ലെങ്കിൽ ഫീസ്റ്റ് ടു ലെമൻസ്. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതം. ഞാൻ ഈ സന്ധ്യയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം മാത്രമല്ല, സുറിയാനി സഭയുടെ പിതാക്കന്മാർ അതോടൊപ്പം തന്നെ നമുക്ക് തന്നിട്ടുള്ള മറ്റൊരിടം കൂടെ ഞാൻ ഈ രാത്രിയുടെ ധ്യാനത്തിന് എടുക്കുന്നുണ്ട്. അത് കഷ്ടാനുഭവ ആഴ്ചയുടെ ചൊവ്വാഴ്ച രാത്രി നമസ്കാരത്തിന്റെ ചില ഭാഗങ്ങളാണ്. വളരെയധികം ലാവണ്യത്തോടും ആത്മനിറവോടും കൂടെ ഈ യാത്രയെ സുന്ദരമായി ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ വരച്ചിട്ടിരിക്കുന്നുണ്ട് ഹാശ ചൊവ്വാഴ്ചയുടെ രാത്രി നമസ്കാരത്തിന്റെ ഒരു സുഗീസോയും അനുബന്ധ ആരാധനാ ഭാഗങ്ങളും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ മനസ്സിന്റെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത് ഉൽപ്പത്തി 22 ഒപ്പം ഹാശ ചൊവ്വാഴ്ച രാത്രി നമസ്കാരവുമാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നെനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി അതിലൂടെ നാം പോകും, നിശ്ചയമായും അതിലൂടെ നാം പോകും. പ്രിയപ്പെട്ടവരെ, യാത്ര ആരംഭിക്കേണ്ടിയിരിക്കുന്നു. സമയം നമുക്ക് 1 മണിക്കൂറാണ്. യാത്ര ചെയ്യേണ്ട ദൈർഘ്യം 72 മണിക്കൂറാണ്. ഏതാണ്ട് 3 ദിവസമാണ്. 1, വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതം. ഫീസ്റ്റ് ടു ഫ്രസ്ട്രേഷൻസ്. അബ്രഹാം മെസോപ്പൊട്ടേമിയയിൽ നിന്ന് ആരംഭിച്ചതാണ്. ഹാരാനിൽ കൂടെ, ബഥേലിൽ കൂടെ, ഹായിൽ കൂടെ, ഹെബ്രോനിൽ കൂടെ, ബെർശബയിൽ കൂടെ ജീവിതത്തിന്റെ സായന്തനത്തിൽ എത്തുമ്പോഴേക്കും വയസ്സ് 95-100 പിന്നിടുന്നുണ്ട്. മെസോപ്പൊട്ടേമിയയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര അലച്ചിലുകളുടേതാണ്. എന്നാൽ ഈ കഴിഞ്ഞ 100 വർഷത്തോളവും ആ മനുഷ്യൻ അലയുകയായിരുന്നുവെങ്കിലും ഉലഞ്ഞു പോകാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഒരു വേള നാം 2-3 ഇടത്തെങ്കിലും വായിക്കുന്ന ഒരു കൗതുകകരമായ ഒരു വരി ഇങ്ങനെയാണ്: അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അത് ലോത്തിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വൃദ്ധന്റെ യാത്രാ സൂചികയാണ്. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. തിരുവനന്തപുരത്തുകാരെ, തെക്കോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. തെക്കോട്ട് എടുക്കുക എന്നൊക്കെ പറയാറില്ലേ? പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല. എങ്കിലും ഏകനായി, ഒറ്റയാനായി അദ്ദേഹം ഏകാന്തരയുടെ കുടീരങ്ങളിലേക്ക് യാത്ര ചെയ്ത ദിശ തെക്കോട്ടായിരുന്നു. അങ്ങനെ മേൽപ്പറഞ്ഞ ഹരാനിൽ കൂടെ, ബഥേലിൽ കൂടെ, ഹായിൽ കൂടെ, ബെർശബയിൽ കൂടെ, ഹെബ്രോനിൽ കൂടെ ജീവിതത്തിന്റെ സായന്തനത്തിൽ എത്തുമ്പോഴേക്കും ആശിച്ചു മോഹിച്ച കൺമണിയെ ദൈവം മടിയിലേക്ക് വെച്ചു തന്നു. ജീവിതത്തിന്റെ സങ്കീർണതകളൊക്കെ ഒഴിഞ്ഞു. സാറാമ്മച്ചിയുമൊത്ത് അത്യാവശ്യം സ്വസ്ഥമായി തൻ്റെ വീടിൻ്റെ ഉള്ളിൽ പാർത്തു തുടങ്ങിയ കാലം.
ജീവിതത്തിന്റെ സായന്തനം ആരും സ്വസ്ഥത ആഗ്രഹിക്കുന്ന കാലമാണല്ലോ. അങ്ങനെ ജീവിതം സ്വസ്ഥമായി ഇനി അത്യാവശ്യം കാലും നീട്ടി ഒക്കെ ഇരുന്ന് വിശ്രമിക്കാം, സ്വസ്ഥമാകാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലമുണ്ടല്ലോ. ഒരു 80 കഴിയുമ്പോൾ തന്നന്തരം കുഴമ്പൊക്കെ കാലേ തേച്ച് കാലം നീട്ടി ഇരിക്കുക എന്നുള്ളത് എന്താഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാം ഉൽപ്പത്തി 22 തീ കാണുന്നത്. നിന്റെ ഏകജാതനായ മകനെ കൂട്ടിക്കൊണ്ട് ഈ യാഗത്തിനായി പോകുക. വിരുന്നുകളിലേക്ക് ജീവിതം വഴിമാറി എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങൾ, ജീവിതം സ്വസ്ഥമായി എന്ന് നനച്ച നാളുകൾ, എൻ്റെ അലച്ചിലുകൾ ഒഴിഞ്ഞുപോയി എന്ന് വിചാരിച്ച യാമങ്ങൾ, ഞാൻ ഇനി ഭേദപ്പെട്ട് ജീവിക്കാൻ പറ്റും എന്ന് വിചാരിച്ച ദിവസങ്ങൾ, അവിടെയാണ് ദൈവം അപകടത്തിന്റെ കനൽ ഒരു വൃദ്ധന്റെ മുൻപിൽ നീട്ടിയ പാനപാത്രത്തിലേക്ക് കോരിയിടുന്നത്. ബലിയർപ്പിക്കുക ഈ കുഞ്ഞിനെ. വിരുന്നുകൾ വിലാപം ആകുകയാണ്. സമയം വെളുപ്പിനാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയാണ് അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. നിങ്ങൾ തുറന്നു വച്ചിരിക്കുന്ന പുസ്തകം മടക്കരുത്. ഉൽപ്പത്തി 22 അങ്ങനെ തന്നെ ഇരിക്കണം. തലേന്ന് വളരെ സ്വസ്ഥമായി ഉറങ്ങാൻ കടന്നതാണ്. ആ വീട്ടിൽ ഒരു സങ്കീർണതയുമില്ല. തലേ ദിവസങ്ങളിൽ സ്വസ്ഥമായിരിക്കുന്നു. എന്നാൽ പ്രഭാതത്തിൽ വിലാപത്തിലേക്ക് വീഴുന്നൊരു വീടുണ്ട്. തകിടം മറിയുന്ന വിരുന്നുകളുണ്ട്. സ്വന്തമെന്ന് കരുതുന്നവരൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഈ പ്രഭാതം നമ്മുടേതല്ലേ? ഏത് നിമിഷവും ജീവിതത്തിന്റെ വിരുന്നുകൾ വിലാപങ്ങളായേക്കാം. വയനാട് നമ്മുടെ ഉള്ളിൽ പേടിപ്പെടുത്തുന്നൊരു ഓർമ്മയാണ്. ജീവിതം ഇങ്ങനെ നമ്മളെ നോക്കി വല്ലാതെ മന്ദഹസിക്കുന്നുണ്ട്. അബ്രഹാമേ, ഉൽപ്പത്തി 22:1 ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അബ്രഹാമേ. അബ്രഹാം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഹിനനി. ഹിനനി എന്ന എബ്രായ പദം ഹിയർ ഐ ആം എന്നാണ്. ഇതാ ഞാൻ. വേദപുസ്തകത്തിൽ അത് പഴയ നിയമത്തിൽ പലയിടത്തും കാണാം. പുറപ്പാട് 3 മോശയെ വിളിക്കുന്നുണ്ട്, മോശേ. മോശയുടെ ഉത്തരം ഇങ്ങനെയാണ്, ഹിനനി. ശമൂവേലിന്റെ പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ ശമൂവേൽ ബാലനെ വിളിക്കുമ്പോൾ ഹിനനി. എലി പറയുന്നത് അങ്ങനെ പറഞ്ഞോളൂ കുട്ടിയെ എന്നാണ്. യെശയ്യാവ് 6 യെശയ്യാവിനെ വിളിക്കുമ്പോൾ ഹിനനി. ഉൽപ്പത്തി 46 യാക്കോബിനെ വിളിക്കുമ്പോൾ ഹിനനി. മനുഷ്യന്റെ സന്നദ്ധതയും സാന്നിധ്യവുമാണ് ഹിനനി. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഭക്തന്റെ കൺസെന്റ് ആണ് വേദപുസ്തകത്തിൽ ഹിനനി. മനുഷ്യന്റെ സന്നദ്ധതയും സാന്നിധ്യവും. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്രഹാം പറയുന്ന മറുപടിയും അങ്ങനെ തന്നെയാണ്, ഹിനനി. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വിളിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇത് മനോഹരമായൊരു നിമിഷമാണ്. വിരുന്നുകളിൽ നിന്ന് കണ്ണീരിലേക്ക് വിളിക്കുമ്പോൾ അബ്രഹാം ഞാനിതാ തയ്യാറാണ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഇത് നമ്മുടെ ജീവിതമല്ലേ? ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഇത്തരമൊരു പ്രഭാതത്തിന്റെ സാധ്യത നമുക്കില്ലേ? പരിശുദ്ധ മറിയത്തോട് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന അമ്മ പറയുന്നതും ഒരു ഹിനനിയാണ്. എന്നാൽ മറിച്ച് ആദമേ ആദമേ എന്ന് ദൈവം വിളിക്കുമ്പോൾ ഹിനനി ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആദം തന്റെ സന്നദ്ധതയോ സാന്നിധ്യമോ പ്രഖ്യാപിക്കുന്നില്ല, ഞാൻ ഒളിച്ചിരിക്കുകയാണ്. ആ ഹിനനിക്ക് ഹൗവ റെഡിയല്ല. അതിന് മറുപടിയാണ്, അതിന്റെ ഒരു അതിനെ വീണ്ടും തിരുത്തുകയാണ് അമ്മ മറിയം ചെയ്യുന്നത് ഹിനനി. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ കണ്ണുനീരിലേക്ക് വിളിക്കുകയാണ്. ഇത് വല്ലാത്തൊരു നിമിഷമാണ്. നമ്മുടെ ജീവിതമാണ്. ജീവിതത്തിന്റെ ആകസ്മികതകൾ ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ വിരുന്നു വന്നേക്കാം എന്നുള്ളതാണ്. ജീവിതം എന്താണ്? വാട്ട് ഈസ് ലൈഫ്? ഈ നാളുകളിലെയൊക്കെ സങ്കീർണതകളിൽ ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഇടാറുണ്ട്. ദൈവം വലിയൊരു നുണയാണ് എന്ന് വയനാടിന് ശേഷം ആരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ജീവിതത്തിന്റെ വേദനകളിൽ ദൈവമില്ല എന്ന് പറയുന്നവർ, ജീവിതത്തിന്റെ വിലാപങ്ങളിൽ
ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവർ. വാട്ട് ഈസ് ലൈഫ്? വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ജീവിതം. പൊക്കിൾ കൊടി മുറിക്കുന്ന കാലത്തിനും പുതപ്പിച്ചു കിടത്തുന്ന കാലത്തിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ജീവിതം. രണ്ട് നനഞ്ഞ വെള്ളത്തുണികൾക്കിടയിലുള്ള ചെറിയ ജീവിതം. ഒന്നാമത്തെ നനഞ്ഞ വെള്ളത്തുണി മാമോദീസായിലെ നനഞ്ഞ വെള്ളത്തുണിയാണ്. രണ്ടാമത്തേത് സംസ്കാര ശുശ്രൂഷയിൽ തൈലത്തിന്റെ നനവുള്ള വെള്ളത്തുണി. നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് എങ്ങനെയാണ്? തിയോളജി അല്ല, ഗൈനക്കോളജിയാണ്. ഒരാൾ ഈ ലോകത്തിലേക്ക് ഒരു നോർമൽ ഡെലിവറിയിൽ ജനിച്ചു വീഴുന്നത് തലകുത്തിയാണ്. തല കീഴായി വന്നവരാണ്. തിരുവനന്തപുരത്ത് തലകീഴായി വന്നവരാണ്. ഇപ്പോൾ തലയുയർത്തി നാം പിടിക്കുന്നുണ്ട്. വല്ലാത്ത തലക്കനം തോന്നുന്നുമുണ്ട്. എന്നാൽ അവസാനം തല ചായ്ച്ചു പോകുന്ന ഒരു കാലമുണ്ട്. തലകുത്തി വന്ന കാലത്തിനും തല ചായ്ച്ചു പോകുന്ന കാലത്തിനും ഇടയ്ക്ക് ചെറിയ കാലം നാം ഇങ്ങനെ തലക്കനത്തോടെ തല ഉയർത്തിപ്പിടിക്കും. എത്ര നാൾ? അവിടെയും ഓർക്കണം, ഏത് വിരുന്നും അടുത്ത നിമിഷം വിലാപമായേക്കാം. ഞാൻ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞില്ലേ? പൊക്കിൾ കൊടി മുറിക്കുന്ന കാലത്തിനും പുതപ്പിച്ച് കിടത്തുന്ന കാലത്തിനും ഇത് രണ്ടും വേദനയാണ്. പൊക്കിൾ കൊടി മുറിക്കുന്ന ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ വേദനയാണ്. പുതപ്പിച്ച് കിടത്തുന്ന കാലം അവസാനത്തെ വേദനയാണ്. ജീവിതം എന്താ? ജീവിതം ഇത്രയേ ഉള്ളൂ. ഏത് വിരുന്നുകളുടെ മധ്യത്തിലും ഒരു വിലാപം കടന്നു വരാം എന്നൊരു സൂചന. ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സുഖത്തിലാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത കട്ടിലിൽ ദുഃഖം പുതച്ചു മൂടിക്കിടക്കുന്നുവെന്ന്. അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത കട്ടിലിൽ സുഖം പുതച്ചു മൂടിക്കിടക്കുന്നുവെന്ന്. സത്യമല്ലേ? നമ്മൾ സുഖത്തിലാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത കട്ടിലിൽ ദുഃഖം നമ്മെ നോക്കി പുതച്ചു മൂടിക്കിടക്കുന്നുണ്ട്. നമ്മൾ ദുഃഖത്തിലാണെങ്കിൽ തിരിച്ചും. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാനകാലത്തിന്റെ ഒരു ചിന്തയിൽ ഇത് എത്രമാത്രം പ്രസക്തമാണ്. എത്ര സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്നൊരു വീട് പ്രഭാതത്തിൽ വിലാപത്തിലേക്ക് വീഴുകയാണ്. നിങ്ങൾ ആ വീട്ടിലേക്ക് നോക്കിക്കേ. ഓലമേഞ്ഞൊരു കൊച്ചു വീട്, അകത്ത് മുനിഞ്ഞു കത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്ക്, വെളുപ്പിന് നേരെ ഒരു 5:30 മണി. വേറെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മെല്ലെ കഷ്ടാനുഭവാഴ്ച നമസ്കാരത്തിലേക്ക് പോവുകയാണ്. അവിടെ ഈ സാറാമ്മച്ചി ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അബ്രഹാം ഒന്നും മിണ്ടുന്നില്ല. ഇസഹാക്ക് അമ്പരന്ന് നോക്കുകയാണ്. പതിവായി പോകുന്ന ഈ യാഗത്തിന്റെ യാത്രയുടെ ചിട്ടവട്ടങ്ങളും ഒരുക്കവുമല്ലെന്ന് അപ്പന്റെ മുഖം വല്ലാത്തൊരു ബലം പിടുത്തം. സാറ അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തെന്നറിയാം? സാറ ചൊന്നാൾ, നീ എന്തേ പുത്രബലിക്കായി മുതിരുന്നു? തേച്ചുമിനുക്കും വാളാൽ നീ എന്നെ തുണയറ്റോളാക്കും. സ്നേഹമുള്ളവരും ശ്രദ്ധിച്ചേ, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് പിച്ചാത്തി ഇങ്ങനെ തേക്കണ അപ്പനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഭാര്യ ചോദിക്കുകയാണ്, സാറാ ചൊന്നാൾ, നീ എന്തേ പുത്രബലിക്കായി മുതിരുന്നു? തേച്ചുമിനുക്കും വാളാൽ നീ എന്നെ തുണയറ്റോളാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സ്ത്രീയോട് അബ്രഹാം ഒന്നും മറുപടി പറയുന്നില്ല. അപ്പോഴും അവള് പിന്നെയും പറയാണ്, വേദനയേറ്റം ഞാനേറ്റു. കഴിഞ്ഞ 100 വർഷമായിട്ട്, അല്ലെങ്കിൽ എത്രയോ കാലമായിട്ട് മക്കളില്ലാത്തവളായി ഞാൻ അനുഭവിച്ച സങ്കടം എന്റെ ഭർത്താവിനറിയാം. വേദനയേറ്റം ഞാനേറ്റു, നീ അവയെല്ലാം അറിയുന്നു. വേറെ ആർക്കും അറിയില്ല. എന്റെ സഹോദരങ്ങൾക്കറിയില്ല, എന്റെ നാട്ടുകാർക്കറിയില്ല, ഈ നാട്ടിൽ താമസിക്കുന്ന ആർക്കറിയില്ല. എന്റെ പ്രിയ ഭർത്താവ് നിനക്കറിയാം. നീ അവയെല്ലാം അറിയുന്നു. എന്നെ ദുഃഖിപ്പിക്കല്ലേ. ഈ പോക്ക് കണ്ടിട്ട് എന്റെ കുട്ടിക്ക് എന്തോ ആപത്ത് വരികയാണോ? പോകവനൻ പ്രത്യാശ. നിങ്ങൾ വന്നേ, വീട്ടിലേക്ക് വന്നേ, തിരുവനന്തപുരത്ത് ഇരിക്കല്ലേ.
ആ കൊച്ചു വീട്ടിന്റെ അകത്തേക്ക് ചെന്നാൽ ആ ഹാശായുടെ ആ സന്ധ്യയ്ക്ക് ഈ സ്ത്രീ സാറ ചോദിക്കുന്ന പിതാക്കന്മാർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സാറ അബ്രഹാമിനോട് പറഞ്ഞതെന്തെന്നാൽ, എന്റെ ഏകജാതനെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് എന്നോട് വെളിവാക്കുക. എന്റെ കൊച്ചിനെ എവിടെ കൊണ്ടുപോവാ? അബ്രഹാം അവളോട്, എനിക്കും ഈ പൈതലിനും ഇടയിൽ ഒരു രഹസ്യമുണ്ട്. സമാധാനത്താല് വസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അബ്രഹാം പറയണം. അപ്പൊ സാറ പറയാണ്, സമാധാനത്താലേ പോയി വരിക. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ വെളുപ്പിന് ആരോടും മിണ്ടാതെ ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ ഒതുക്കി വെച്ച സങ്കടത്തിന്റെ ഭാണ്ഡവുമായി ഒരപ്പൻ ഇറങ്ങാൻ നേരം തോന്നുകയാണ്, ചോദിക്കുകയാണ്, നിസ്സഹായ അമ്മ ഈ കണ്ണീരണിയുന്ന പ്രഭാതത്തിൽ എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോവാ. അപ്പൊ പറയാണ്, ഒരു രഹസ്യമുണ്ട്. ഇനി ഇത് തിരുവനന്തപുരത്ത് നമ്മുടെ വീട്ടിലാണെങ്കിലോ, നമ്മുടെ അച്ചായൻ വെളുപ്പിന് എവിടോ ഇങ്ങനെ നല്ല തേച്ച് മിനുക്കി ഇട്ട് നല്ല റോയൽ മിറേജ് ഒക്കെ അടിച്ച് നല്ല രസമായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ആൻറ്റി പറയുകയാണ്, എവിടെയാ ഒരു യാത്ര, എവിടാണെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മുടെ അബ്രഹാം പറയാണ്, തിരുവനന്തപുരത്ത് പറയാണ്, എനിക്ക് ഒരു രഹസ്യമുണ്ട്. അപ്പൊ തിരുവനന്തപുരത്തെ സാറ പറയും, സമാധാനത്താലെ ഉറങ്ങിയോ? സമാധാനത്താലെ പിന്നെ അതെ നമ്മൾ എന്നായിരിക്കും മറുപടി പറയാ? അതെ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ആ ഫോൺ വന്നപ്പോൾ നിങ്ങൾ അതും എടുത്തോണ്ട് ടെറസിലോട്ട് പോയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഏതാണ്ടൊരു രഹസ്യം കുറെ നാളുകളായിട്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരു ജീവിതത്തിന്റെ സങ്കീർണതകളുടെ നടുവിൽ എല്ലാ സ്ത്രീകളും അറിയണം, ഒരു പുരുഷൻ എപ്പോഴാണ് മൗനിയാകുന്നത്, ഒരു ഭർത്താവ് എപ്പോഴാണ് മൗനിയാകുന്നത്? ഒന്നുകിൽ അവന്റെ ഉള്ളിൽ മെന്റൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെയിൻ. ഈ പുരുഷന് സങ്കടം വരുന്നതും സ്ത്രീക്ക് സങ്കടം വരുന്നതും തമ്മിൽ വ്യത്യാസം എന്താ? സാധാരണ പറയുക, പുരുഷന് സങ്കടവും ഈ ടെൻഷനും സ്ട്രെയിനും ഒക്കെ വരുമ്പോ അവനൊരു കേവിനകത്ത് കയറുന്ന പോലെയാണ്, ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന പോലെ. നമ്മുടെ ആണുങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. പുള്ളി പിന്നെ 1-2 ദിവസത്തേക്ക് മിണ്ടുകയല്ല, തീറ്റ എടുക്കുകയല്ല, സമയത്ത് വീട്ടിൽ കയറുകയല്ല. സത്യമല്ലേ? കല്യാണം കഴിച്ച ലക്ഷണമില്ല ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട്. ആണുങ്ങൾ അങ്ങനെയാണ്, അധികം മിണ്ടില്ല, ഒരു കേവിനകത്ത് കയറണത് പോലെ, ഗുഹയ്ക്കകത്ത് കയറണ പോലെ, വലിയ മിണ്ടാട്ടമൊന്നും കാണില്ല. അപ്പോഴ് ഈ നമ്മുടെ ഭാര്യമാർ ഒരുപാട് ചൊറിയാനൊന്നും പോകരുത്. പുള്ളി ഇങ്ങ് വരും, എവിടെ വരെ പോവാനാ, ഇങ്ങ് ഇറങ്ങി പോന്നോളും. പുരുഷൻ എങ്ങനെയാണ്? എന്നാൽ സ്ത്രീക്ക് സങ്കടമോ സ്ട്രെയിനോ ഒക്കെ വരുമ്പോൾ പറയുക, അവളൊരു വേവ് പോലെയാണെന്നാണ്. ഈ വേവിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മൾ കോവളത്ത് പോകുന്നിരിക്കട്ടെ, ബീച്ചിൽ പോകുന്നിരിക്കട്ടെ, തീരത്ത് നിൽക്കുന്നു, തിരമാല വരുന്നു, മെല്ലെ നമ്മുടെ പാദം നനയ്ക്കുന്നു, 2 മിനിറ്റത്തേക്ക് അടുത്തറില്ല, നമ്മൾ 4 ചുവട് അങ്ങോട്ട് ഇറങ്ങും, 2 മിനിറ്റത്തേക്ക് കുഴപ്പമില്ല, പിന്നെ ഒരു തിരമാല വരും, നമ്മുടെ മുട്ടൊപ്പം നനയ്ക്കും, നമ്മൾ തിരിഞ്ഞോടും, 10 ചുവട് പുറകെ പോയി നിൽക്കും, പിന്നെയും കുഴപ്പമില്ല, പിന്നെ നമ്മൾ ഇത്തിരി കൂടെ ഇറങ്ങും, പിന്നെ ഇത്തിരി കഴിയുമ്പോൾ ഒരെണ്ണം വരും, അരയ്ക്കൊപ്പം നനയ്ക്കും, നമ്മൾ തിരിച്ചോടും. തിരമാല എങ്ങനെയാണ്? അതിങ്ങനെ നമുക്ക് മുൻവിധിയിൽ നിർത്താൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ സ്ത്രീയുടെ സങ്കടവും ദേഷ്യമൊക്കെ അങ്ങനെയല്ലേ പലപ്പോഴും. അത് അവർക്ക് ഉള്ളിൽ ഒതുക്കാനൊക്കത്തില്ല. ഇപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിൽ അല്ലേ, അത് ഫ്രിഡ്ജിന്റെ കതക്, അലമാരിയുടെ ഡോറ്, അല്ലേ, അടുക്കളയുടെ ഡോറ്, കൊച്ചിന്റെ മുതുക്, സ്റ്റീൽ പാത്രത്തിന്റെ ചെവിട്, ആദിയായ സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ തിരമാല പോലെ ലിവിംഗ് റൂം വരെ എത്തും. നിങ്ങളല്ല, നിങ്ങൾ വളരെ തങ്കപ്പെട്ട മനുഷ്യരാണ്. ഇരിപ്പൊക്കെ കണ്ടിട്ട് ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യരാണ്. ഞാനങ്ങ് ബൊളീവിയ, ആംസ്റ്റർഡാം തുടങ്ങിയ സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ പുരുഷന്റെ സങ്കടം കേവ് പോലെയും സ്ത്രീയുടെ സ്ട്രെയിൻ വേവ് പോലെയാണെന്ന് പറയും. അത് പരസ്പരം മനസ്സിലാക്കാൻ ഈ വീട്ടിലെ അബ്രഹാമിന് കഴിഞ്ഞുവോ, സാറായ്ക്ക് കഴിഞ്ഞുവോ? അബ്രഹാമിന്റെ ഈ മൗനത്തിന്റെ പിന്നിലെ പെയിനും സ്ട്രെയിനും ഞാൻ പ്രാർത്ഥിച്ചോളാം, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, പോയിട്ട് വന്നാട്ടെ, അല്ലേ? അവിടെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്, പക്ഷെ അത് ഡിപ്രഷൻ ആകുന്നില്ല, ഡിവോഴ്സിൽ എത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഏത് വിരുന്നുകളുടെ മധ്യത്തിലും ഒരു വിലാപമുണ്ട് എന്ന് ആ മലഞ്ചെരിവിലെ കൊച്ചു വീടും ആ പുലരിവട്ടവും നമ്മെ പഠിപ്പിക്കുക. ഏത് വിരുന്നുകളുടെ മധ്യത്തിലും നമുക്ക് ധ്യാനിക്കാൻ ബൈബിളിൽ വളരെ മനോഹരമായൊരു ഭാഗമുണ്ട്. യേശു ക്രിസ്തുവിനെ സംസ്കരിച്ച കല്ലറയെ കുറിച്ച്
ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, തോട്ടത്തിന്റെ നടുവിൽ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തൊരു കല്ലറ. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ചാരുതയുണ്ട്. there is a tomb in the middle of the garden എന്നാണ്. there is a tomb in the middle of the garden. പൂന്തോട്ടം. ഏതെങ്കിലും ആളുകൾ പൂന്തോട്ടത്തിന്റെ നടുവിൽ കല്ലറ ഉണ്ടാക്കുവോ? ഒരിക്കലും ഇല്ല. ഗതികെട്ടാ പോലും ഉണ്ടാക്കില്ല. കല്ലറയുടെ ചുറ്റും ചെടി വെച്ച് പിടിപ്പിച്ചേക്കാം, പക്ഷെ പൂന്തോട്ടത്തിന്റെ നടുവിൽ ആരും കല്ലറ ഉണ്ടാക്കില്ല. There was a tomb in the middle of the garden. ഇത് നമ്മുടെ ജീവിതമല്ലേ? നമ്മുടെ ജീവിതം ഇങ്ങനെ ആരാമ സദൃശ്യമായി, പൂന്തോട്ട സദൃശ്യമായി, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, ആരോഗ്യമുള്ള ജീവിത പങ്കാളി, സ്വസ്ഥമായ ജീവിത സാഹചര്യങ്ങൾ, വിരുന്നുകളുടെ വൈകുന്നേരങ്ങൾ, സന്തോഷങ്ങളുടെ സായന്തനങ്ങൾ. പക്ഷേ ഏത് പൂന്തോട്ടത്തിന് നടുവിലും ഒരിത്തിരി സ്പേസ്. അത് മരണഭയമാണോ എന്ന് പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ പറയാം മരണബോധം. മരണഭയം ജീവിക്കാൻ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തിയേക്കാം. എന്നാൽ മരണബോധം, പിതാക്കന്മാർ നമ്മുടെ ആരാധനയിൽ നമ്മളെ ഇങ്ങനെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് മരണബോധം. നല്ല അവസാനം എന്നൊരു വാക്ക് കേൾക്കാതെ ഒരു ഞായറാഴ്ചയും 10 മണിക്ക് നാം ഭവനങ്ങളിലേക്ക് മടങ്ങുന്നില്ല. മരണബോധത്തിന്റെ വിനാഴികകൾ. വിരുന്നുകളുടെ പൂന്തോട്ടത്തിന്റെ നടുവിൽ എ ലിറ്റിൽ സ്പേസ്, ഒരിത്തിരി സ്ഥലം. അതെ, വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ ഒരു പ്രഭാതമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ, മെൻ കാൽക്കുലേറ്റ് ഗോഡ് ഡിസൈഡ്സ് എന്ന് പറയാറില്ലേ? മനുഷ്യൻ കണക്കൂട്ടുന്നു, സ്വർഗം തീരുമാനിക്കുന്നു. അതുകൊണ്ട് എൻ്റെ അഹംഭാവത്തെ, എൻ്റെ തലക്കനത്തെ, എൻ്റെ ജാടയെ, ഈ കറുത്ത 6 മുഴം ചേലയ്ക്കുള്ളിൽ എൻ്റെ വല്ലാത്ത ഒരു നിഗളിപ്പിനെ, മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട. കേൾക്കണമെങ്കിൽ നോമ്പ് വരണമല്ലോ. മണ്ണേ നാളെ ചേരും നീ മാതാവ മണ്ണിൽ. നിങ്ങൾ പറയൂ, ലോകത്തിലെ ഏറ്റവും വലിയ സെമിട്രി ഏതാന്ന് പറയാമോ? പാറ്റൂരേതാണോ? അല്ല. നമ്മുടെ സെമിട്രി എവിടാന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടുത്തേതാണോ? അറിയില്ല. ലോകത്തെ ഏറ്റവും വലിയ സെമിട്രി ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതാണ്? അത് നമ്മുടെ സെമിത്തേരിയാണ്. ലോകത്തെ ഏറ്റവും വലിയ സെമിട്രി അവർ അൺയൂസ്ഡ് ടാലൻസ് ആണ്. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നമ്മുടെ സെമിത്തേരിയാണ്. ചിരിക്കാത്ത ചുണ്ടുകൾ അവിടെ കിടപ്പുണ്ട്, സംസാരിക്കാത്ത അധരങ്ങൾ അവിടെ ഇറങ്ങുന്നുണ്ട്, ആലിംഗനം ചെയ്യാത്ത കരങ്ങൾ അവിടെ കിടപ്പുണ്ട്. ചിരിക്കത്തോലും ഇങ്ങനെ ബലം പിടിച്ച് നടക്കുമായിരുന്നല്ലോ. മിണ്ടാത്ത ചുണ്ടുകൾ അവിടെ ഉറങ്ങുന്നുണ്ട്. അവരൊക്കെ പോയി കഴിഞ്ഞു. അവർ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇതാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടുക, എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു കബറിനുള്ളിൽ കയറി കാണുക നീ. സെമിട്രി വിളിക്കുകയാണ്, സെമിത്തേരി വിളിക്കുകയാണ്, വരിക, ഈ സെമിത്തേരിയിലേക്ക് പ്രവേശിക്കുക. കബറിനുള്ളിൽ കയറി കാണുക നീ. ഏതാരാധനയുണ്ട് ഇങ്ങനെ? സെമിത്തേരിയിൽ നിന്ന് പോലും നമ്മെ ചില സർവകലാശാലകളുടെ തത്വങ്ങൾ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ, ജീവിതം എന്താണെന്ന് പിന്നെയും 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 ചോദിക്കുന്ന വർത്തമാനകാലത്തോട് ഏത് വിരുന്നുകളുടെ മധ്യത്തിൽ എ ലിറ്റിൽ സ്പേസ്. മരണബോധത്തിന്റെ നാഴിക. പുറപ്പാട് പുസ്തകത്തിൽ 9 തവണ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആലോചിച്ചാൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടാവുന്നേ ഉള്ളൂ. ഫറവോനെ കുറിച്ചാണ്. ഹൃദയം കഠിനമാക്കി എന്ന്. പിന്നെയും ഹൃദയം കഠിനമാക്കി എന്ന്. ഒരു വേള ഫറവോൻ ചോദിക്കുന്നുണ്ട്, ഹൂ ഈസ് യാഹ്വേ? യഹോവയെ ആരാധിക്കാൻ വിട്ടയക്കുക എന്ന് ചോദിക്കുമ്പോ കരങ്ങൾ മലർത്തി വെല്ലുവിളിയുടെ ശബ്ദം. ദൈവത്തെ വെല്ലുവിളിക്കുന്ന മനുഷ്യൻ, ഹൂ ഈസ് യാഹ്വേ? യഹോവ ആര്? 9 തവണ പറയുകയാണ്, ഹൃദയം കഠിനമാക്കി. എന്റെ സ്നേഹമുള്ളവരെ, 10:28 വരുമ്പോ ലാസ്റ്റ് വാണിംഗ് ആണ് മോശയ്ക്ക്. കഴിഞ്ഞ 9 തവണ, എടോ വിക്കനായ മനുഷ്യ, നീ എന്റെ മുന്നിൽ വന്ന് പലതും പറഞ്ഞതാ. ഇനി ഒരിക്കലും എന്റെ മുഖം കാണാൻ നിനക്കിടയാകരുത്, പൊക്കോണം. 10:28.
എന്നാൽ ഒരധ്യായം കഴിയുമ്പോൾ കളി മാറി, കഥ മാറി. 11:26 ചുവന്ന മഷി കൊണ്ട് അടിവരയിടേണ്ട ഒരു വരിയുണ്ട്. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായൊരു നിലവിളി മിസ്രൈമിന്റെ താഴ്വരയിൽ നിന്ന്. A loud cry throughout the whole land. Never be nor will be again. Never be nor will be again. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായൊരു നിലവിളി. എന്തുകൊണ്ടാ? ഒരു മനുഷ്യൻ എത്രയും അഹങ്കരിക്കാമോ, ഒരാൾക്ക് എത്രയും ദൈവനിഷേധിയാകാമോ, ഒരാൾക്ക് എത്രയും ദൈവത്തെ വെല്ലുവിളിക്കാമോ, അതിന്റെ എഡ്ജ് വരെ, അതിന്റെ ക്ലൈമാക്സ് വരെ പോയൊരു ചക്രവർത്തി അഹങ്കാരത്തിന്റെ മട്ടുപ്പാവിൽ കസേരയിട്ടിരിക്കുമ്പോ ദൈവത്തിന്റെ വചനത്തിൽ മനോഹരമായൊരു വരിയുണ്ട്, നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വരിയുണ്ട്. A loud cry throughout the whole land. Never be nor will be again. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു നിലവിളി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ വചനം പച്ചയ്ക്ക് ഈ രാത്രി ഓർമ്മിപ്പിക്കുക. ഉൽപ്പത്തി 15 ഒരു വരിയുണ്ട്, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അമോര്യർ എന്ന് പറയുന്നൊരു നല്ല കമ്മ്യൂണിറ്റി അല്ല, വഷളായ കമ്മ്യൂണിറ്റിയാണ്. അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നറിഞ്ഞാൽ നീ എവിടെ വരെ പോകുമെന്ന് നോക്കും. അമോര്യൻ പാപം ചെയ്ത് 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 എവിടെ വരെ പോകുമെന്ന് നോക്കും. നീ എവിടെ വരെ പോകുമെന്ന് നോക്കും. ഫറവോൻ അതിന്റെ അങ്ങേ അറ്റത്ത് ചെന്നപ്പോഴാണ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായൊരു നിലവിളി. നാഥൻ നോക്കവെ വിറകൊണ്ടു ധരമാനവർ തൻ ദുഷ്ടതയാൽ. ഈ നാളുകളിലൊക്കെ നമ്മളിങ്ങനെ പാടേണ്ട ശീമായുടെ ഒരു രാത്രിയുടെ ആ വരികൾ. നാഥൻ നോക്കവെ വിറകൊണ്ടു ധരമാനവർ തൻ ദുഷ്ടതയാൽ ധർമ്മക്ഷയമേറിയിടുകയാൽ ഇളകീതരതൻ ആധാരം പിഴപോൽ പകരം വീട്ടരുതേ സർവാധീശ തേ സ്തോത്രം. അധികം കേൾക്കാൻ വഴിയില്ലേ വരികൾ. നാഥൻ നോക്കവെ വിറകൊണ്ടു ധരമാനവർ തൻ ദുഷ്ടതയാൽ. അല്ലെ, എവിടെ വരെ പോകുന്നീ? ധർമ്മക്ഷയമേറിയിടുകയാൽ ഇളകീതരതൻ ആധാരം. ഭൂമി കിടുകിടെ പൊട്ടുന്നു അല്ലേ, മത്തനെ പോലെ ചാഞ്ചാടുന്നു. പിഴപോൽ പകരം വീട്ടരുതേ സർവാധീശ തേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി 10:28 മറന്നു പോകരുതേ. ഉൽപ്പത്തി 11:20 പുറപ്പാട് 11:26 മറന്നു പോകരുതേ. മനുഷ്യന്റെ വഷളത്തരത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി പെരുകുന്നൊരു നേരമുണ്ടെങ്കിൽ, ഭാഗ്യവാനായി ജീവിച്ച, കൃപയോടെ ജീവിച്ച, വിരുന്നുകളാണിനി എന്നുമെന്ന് നനച്ച, ജീവിതം സ്വസ്ഥമായി എന്ന് കണക്കുകൂട്ടിയ അബ്രഹാം എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നനയ്ക്കാത്തൊരു പുലരിയിൽ, ഒരു കൊച്ചു വെളുപ്പാൻ കാലത്ത് വിലാപത്തിന്റെ കണ്ണുനീർക്കണങ്ങൾ ഇറ്റിറ്റു വീണെങ്കിൽ പാപികളായ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ. നമുക്ക് രണ്ടാമത്തേതിലേക്ക് പോകാം. യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഈ വെളുത്ത കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേക്കണം മനസ്സുകൊണ്ട്. ഇതാ, ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അബ്രഹാം, ഇസഹാക്ക്, പിന്നെ ശാന്തനായി ഒരു കഴുത, 2 ബാല്യക്കാർ തൊട്ടുപിറകിൽ. ഇതാ ആ ദേശത്തേക്ക്. നേരം പുലർന്നിരിക്കുന്നു. കിഴക്ക് സൂര്യൻ ഉദിച്ചിരിക്കുന്നു. മണി 9 ആയിരിക്കുന്നു, 10 ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, 3 ദിവസത്തെ ഒരു ഒറ്റ പകലായിട്ട് ഈ രാത്രി വളരെ ഡ്രാമാറ്റിക് ആയിട്ട് ഒന്ന് കാണാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. തലയ്ക്ക് മീതെ കത്തിജ്വലിക്കുന്ന മീനസൂര്യൻ. നേരം പകുതിയായിരിക്കുന്നു, ഉച്ചയായിരിക്കുന്നു. ആ യാത്രയുടെ പകുതി എന്ന് കൂട്ടിയാൽ മതിയാകും. നേരം ഉച്ചയാകുമ്പോഴേക്കും അപ്പന്റെയും മകന്റെയും മൗനം മുറിയുന്നതായി നാം അവിടെ എങ്ങും വായിക്കുന്നില്ല. എന്നാൽ യാത്രയുടെ പകുതി എത്തിയപ്പോൾ, മലയുടെ പകുതി എത്തിയപ്പോൾ, മധ്യാഹ്നമായപ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ ഇവിടെയാണ് ആരംഭിക്കുന്നത്. പ്രഭാതത്തിൽ മകന് ചോദ്യങ്ങളില്ലായിരുന്നു, അമ്മ മാത്രമാണ് ചോദിച്ചത്.
ഉച്ചയായപ്പോൾ ഈ കുഞ്ഞു ചോദിച്ചു, അപ്പാ. നമുക്കറിയാലോ, പറയൂ. തീയും പറയൂന്നേ, തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള നിങ്ങൾ മിണ്ടു, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ്? അപ്പോ ഇസഹാക്ക് മറുപടി പറയുന്നത് ഒരൊറ്റ വാക്കിലാണ്, മകനെ, ദൈവം കരുതിക്കൊള്ളും. ഇത് മധ്യാഹ്നമാണെന്ന് കൂട്ടിക്കൊള്ളും. ഒരൊറ്റ വാക്ക് ഇസഹാക്കിന്റെ അധരങ്ങളിൽ നിന്ന് തേൻതുള്ളികൾ പോലെ മകന്റെ മുൻപിലേക്ക് അടർന്നു വീഴുന്നു, അബ്രഹാമിന്റെ ചുണ്ടിൽ നിന്ന്. ഈ മധ്യാഹ്നത്തെ ഒരു പേര് വിളിക്കട്ടെ, പ്രഭാതം വിരുന്നുകൾ വിലാപമായിരുന്നതാണെങ്കിൽ മധ്യാഹ്നം പ്രതിസന്ധികൾ പദ്ധതികളാകുകയാണ്. പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം ദൈവം കരുതിക്കൊള്ളും എന്ന് പറയുന്നതിന്റെ പേരാണ് ദൈവത്തിന്റെ പദ്ധതി. Afternoons that convert crisis to projects. Afternoons that convert crisis to plans. ഇസഹാക്കിന്റെ ചോദ്യം, അപ്പാ, പതിവ് പോലെ അല്ലല്ലോ നമ്മൾ ഈ പോക്ക്, എവിടെയാണ് ആട്? അപ്പം പറയാണ്, എന്താ? ദൈവം കരുതിക്കൊള്ളും. പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം. സത്യത്തിൽ ഇത് നമുക്കുള്ള മെസ്സേജ് എന്താ? ജീവിതത്തിന്റെ ഏത് വിലാപത്തിന്റെ പ്രഭാതങ്ങളിലും ഒരു കാലം കഴിയുമ്പോൾ നാം തന്നെ കണ്ടെത്തേണ്ട ഉത്തരമാണ്, ഇതിന്റെ മേൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ രാത്രി, ഹാശായുടെ ചൊവ്വാഴ്ച രാത്രി നാം ഇങ്ങനെ പാടുന്നുണ്ട്, ഇസഹാക്കന്നേരം ചൊന്നു തീയും വിറകും കൂട്ടുണ്ട്, ആടില്ല പീഠവുമില്ല, എങ്ങനെ ബലിയർപ്പിച്ചിടും. ഒരു ചോദ്യമാണ്, എങ്ങനെയാണ്? ആടില്ല പീഠവുമില്ല, എങ്ങനെ ബലിയർപ്പിച്ചിടും. പ്രതിസന്ധികളുടെ സൂര്യൻ തലയ്ക്ക് മീരെ കത്തിയെരിയുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇരുവരും ഒന്നിച്ച് നടന്നു. Both of them walked together. ചില കുടുംബങ്ങളാണെങ്കിൽ ചിതറിപ്പോവും, പല കുടുംബങ്ങളും ഛിദ്രിച്ചു പോകും. എന്നാൽ ഈ രാത്രി, ഈ മധ്യാഹ്നത്തിൽ നമ്മൾ അഴകോടെ വായിക്കുന്നൊരു ഭാഗമാണ്, ഇരുവരും ഒന്നിച്ച് നടന്നു. പ്രതിസന്ധികളുടെ തലയ്ക്ക് മീതെ കത്തിയെരിയുമ്പോൾ, സൂര്യൻ കത്തിയെരിയുമ്പോൾ നമുക്കറിയാലോ, ഇരുവരും ഒന്നിച്ച് നടന്നു. ഒന്നിച്ച് നടക്കാത്തതിന്റെ സങ്കടം അബ്രഹാമിന് നന്നായിട്ടറിയാം. പണ്ടൊരാൾ ഇട്ടിട്ട് പോയതാണ് ലോത്ത്. ജീവിത വഴികൾ ഏകനായ ഒരു മനുഷ്യനാണ് ഈ അബ്രഹാം. പക്ഷേ ഒന്നിച്ച് നടക്കാത്തതിന്റെ സങ്കടം ആ മനുഷ്യനറിയാം. നമുക്കൊരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അയാളുടെ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ അയാളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കൊരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അയാളുടെ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ അയാളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അത് വേണ്ടുവോളം അറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ് അബ്രഹാം. എന്നാൽ ഈ പകൽ അപ്പന്റെ സങ്കടത്തിന്റെ ഭാരം ചുമക്കാൻ ഒരു മകനുണ്ട് കൂടെ. വൈ, എങ്ങനെയാ നടക്കുക? വൈ, എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ ചോദിക്കുന്നല്ലേ, കരങ്ങളെ മലർത്തിയിട്ട് വൈ. വൈ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്താണ്? WHY. ഒരു ചോദ്യചിഹ്നം കൂടെ ഇടുമ്പോൾ പാമ്പ് പത്തി വിരിച്ച് നിൽക്കുന്നത് പോലെ നമ്മളെ ആഞ്ഞു കൊത്തുന്നൊരു ചോദ്യമാണ്, എന്ത്? വൈ. ഇതിന്റെ ഉത്തരം എന്താ? പലപ്പോഴും ആ വാക്കങ്ങ് തിരിച്ചെഴുതിയാൽ മതി. WHY എന്നുള്ളത് തിരിച്ചെഴുതുമ്പോ YHW. അത് നമുക്ക് ഒറ്റയടിക്ക് വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷെ ശരിക്കും യാഹ് തന്നെയാണത്. യാഹ്വേ,
അത് എബ്രായ ഭാഷയിൽ ആ ഒരു പദത്തെ അങ്ങനെ എഴുതാമത്രേ, യാഹ്, YHW. സത്യത്തിൽ എല്ലാ പകച്ചു നിൽക്കലുകൾക്കും, എല്ലാ ചോദ്യങ്ങൾക്കും, അല്ലേ? വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്കെന്താണ്? എന്റെ കർത്താവെ പറയൂ. ആദിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അറിയില്ല. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ് ഉൽപ്പത്തി ഒരു 11 വരെയെങ്കിലും. നമുക്ക് പിടുത്തം കിട്ടാത്ത, നമുക്ക് മനസ്സിലാകാത്ത, നമുക്ക് എത്താത്ത, നമ്മുടെ ബുദ്ധിക്ക് അറിയാത്തൊരു കാലമുണ്ടായിരുന്നുവെന്നും ആ ഒരു കാലത്തെ എഴുതി തുടങ്ങാൻ ഉപയോഗിച്ച ആദ്യത്തെ പദമാണ് ഏത്? പറയൂന്നേ, ആദിയിൽ. അതൊരു നിസ്സഹായതയുടെയും ഒക്കെ കാലല്ലേ? അല്ലെ, പോട്ടെ, ഞാൻ വേദശാസ്ത്രം ഒന്നുമല്ല പറയുന്നത്, ഒരു കൗതുകം പോലെ ഞാൻ പറയട്ടെ. ബൈബിളിലെ ആദ്യത്തെ അക്ഷരം എന്താണ്? മിണ്ടിക്കോളൂ. ആ എന്ന് പറഞ്ഞാൽ എന്താണാവോ അർത്ഥം? എടി അവളവിടെ പോയി. ആ അവനെന്തേ? അതെ, ഒരാൾ അയാളുടെ നിസ്സഹായതയും അയാളുടെ അറിവില്ലായ്മയും ഒക്കെ വെളിപ്പെടുത്താൻ അയാൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയൊരു ഭാവമാണ് ആ ബൈബിളിലെ ആദ്യത്തെ അക്ഷരം, അല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരം കിട്ടാത്ത സമസ്യകളാണ്. കിട്ടുന്നില്ല. നമ്മുടെ 1400 ഗ്രാം തലച്ചോറിന് എത്തുന്നില്ല. ബിയോണ്ട് അവർ കോൺസെപ്റ്റ്സ്, ബിയോണ്ട് അവർ ഇമാജിനേഷൻസ്, ബിയോണ്ട് അവർ ബ്രെയിൻ, ബിയോണ്ട് അവർ ലോജിക്. ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്ന് ചാട്ടിയും പിടിക്കരുത്. ഇതിനോട് എന്ത് ഉത്തരം ഉണ്ടാവും? ഈ ആദ്യത്തെ അക്ഷരം, ഉറങ്ങല്ലേ, ഈ ആദ്യത്തെ വാക്ക് നമ്മുടെ ചോദ്യങ്ങളും ജീവിതങ്ങളും ആണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ഉത്തരം മാത്രം മതി. ദ ലാസ്റ്റ് വേർഡ്. വേദപുസ്തകത്തിലെ അവസാനത്തെ വാക്ക് മാത്രം എടുത്ത് ചങ്കിലേക്ക് വെക്കുക. എന്താ? ആമേൻ. എന്താണ് എന്ന് പറഞ്ഞ? എന്താ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ, നടന്നോട്ടെ. അപ്പൊ ഈ സന്ധ്യക്ക് നമ്മളൊരു 10-17 ആമേൻ പറഞ്ഞായിരുന്നു. ചുമ്മാതാ, ഒരു ജീവനും ഇല്ലായിരുന്നു. പക്ഷെ ജീവിതത്തോട് പുലർത്തുന്ന ഒരു ആമേനില്ലേ? ഇപ്പൊ വരുന്ന സങ്കടങ്ങൾ, ഇപ്പൊ പിടുത്തം കിട്ടാത്ത കാര്യങ്ങൾ, ആദിയിൽ, അല്ലേ? അതിനോടൊക്കെ പറയാ എന്ത്? ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആമേൻ പറഞ്ഞത് ആരാണ്? ഇത് ആ ആടെ കാലാണ്. അമ്മ, അല്ലേ? അമ്മയാണ്. ചരിത്രത്തെ രണ്ടായി മുറിച്ചു കളഞ്ഞത് ആ ആമേനാണ്. BC എന്നും AD എന്നും. ശൂനോയ നോമ്പിൽ നമുക്ക് സത്യം പറഞ്ഞ അമ്മ തരുന്ന ഒരു വെട്ടെന്താ? ഒരു പെണ്ണിന്റെ അലച്ചിലുകളോട് നമ്മുടെ അലച്ചിലുകളെ ചേർത്ത് വെച്ച് മൈനസ് ചെയ്യാന്നുള്ളതാണ്. സത്യമല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ പലരും താടി കൈ കൊടുത്തിരിക്കുന്നു, അയ്യോ പോയെന്ന് പറഞ്ഞിരിക്കണോ? ആലോചിച്ച് നോക്കിക്കേ. ഒരു സ്ത്രീ കടന്നു പോകാവുന്ന ഏറ്റവും വലിയ 2 ദുരന്തങ്ങളാണ്. ഒന്ന് പുത്രമരണം, 2 വൈധവ്യം. ഇതിലും ആഴത്തിലൊരു സ്ത്രീ ഒരു കണ്ണീർ പാടത്തിലൂടെ പോകാൻ കാരണങ്ങൾ ഉണ്ടാവില്ല. അതിലൂടെ പോയവർക്കറിയാം. വൈധവ്യം അറിഞ്ഞ ഒരാളല്ലേ അമ്മ. പുത്രമരണം, 33കാരൻ. അപ്പൊ ഒരു സ്ത്രീ കടന്നു പോകാവുന്ന എല്ലാ അലച്ചിലുകളിലൂടെയും കടന്നുപോയ ഒരു സ്ത്രീ ഉണ്ട്, മലനാട്ടിലെ ഒരു കൊച്ചു പെണ്ണ്. ഈ ശൂനോയ നോമ്പ് നമുക്ക് തരുന്ന പ്രകാശം എന്താ? നമ്മുടെ അലച്ചിലുകളെ ആ അമ്മ മറിയത്തിന്റെ അലച്ചിലുകളിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് ബലപ്പെടാന്നുള്ളതാണ്. അത്രയൊന്നും വന്നിട്ടില്ലല്ലോ. അതാണ് ഈ നോമ്പിന്റെ വെട്ടം. അവിടെയൊക്കെ അമ്മ പറഞ്ഞു ആമേൻ. അങ്ങനൊരു ആമേൻ പറയാൻ നമുക്ക് പറ്റുമോ? അമ്മ പറഞ്ഞൊരു ആമേൻ പറയണമെങ്കിൽ എന്നാ വേണമെന്നറിയാമോ? അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിന് കീഴ്പ്പെടാൻ, പരിശുദ്ധാത്മാവിൻ കൃപയെന്നിൽ വാഴാൻ, പരിശുദ്ധയമ്മേ നീ പ്രാർത്ഥിക്കണേ. പിടുത്തം കിട്ടിയില്ലേ? അമ്മയുടെ കൂടെ ഒരു ആമേൻ പറയണമെങ്കിൽ എന്നാ വേണം? പരിശുദ്ധാത്മാവിന്റെ കൃപ. അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിന്
കീഴ്പ്പെടാൻ പരിശുദ്ധാത്മാവിൻ കൃപ എന്നിൽ വാഴാൻ പരിശുദ്ധ അമ്മേ നീ പ്രാർത്ഥിക്കണേ. ശൂനോയോ നോമ്പിലേ എന്തായാലും വന്നതല്ലേ, ഇവിടെ ഇരുന്ന് ഈ പാവപ്പെട്ട അച്ഛൻ്റെ കൂടെ ആ രണ്ടുപേരേക്ക് പാടിക്കോ. പരിശുദ്ധാത്മാവിൻ കൃപ എന്നിൽ വാഴാൻ പരിശുദ്ധ അമ്മേ നീ പ്രാർത്ഥിക്കണേ. പ്രതിസന്ധികൾ പദ്ധതികളായൊരു മധ്യാഹ്നമുണ്ട്. ദൈവം നോക്കിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. എന്തിനാണ് ഈ 3 ദിവസം വരെ കൊണ്ടുപോയത് ദൈവം? അടുത്തുള്ളൊരു പർവ്വതം പോരായിരുന്നോ? ഉത്തരം പലതാണ്. ഒന്ന്, പുത്രസ്നേഹം ദൈവസ്നേഹത്തെ മറികടക്കുമോ? ഈ 72 മണിക്കൂറിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും എൻ്റെ കുഞ്ഞിനോടുള്ള ഭ്രാന്തമായ സ്നേഹം നിമിത്തം ഞാൻ എൻ്റെ വിളിയിൽ നിന്ന് പിന്മാറുമോ? ഓരോരുത്തർക്കും ദൈവം തരുന്ന ഒരു സഹനത്തിന്റെ ദൂരത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചില ടെസ്റ്റുകളുണ്ട്. അബ്രഹാമിന് കൊടുത്ത വെല്ലുവിളിയതാ, പുത്രസ്നേഹം ദൈവസ്നേഹത്തെ ഒരാവേശത്തിന്. കാരണം ആദ്യത്തെ വാക്കിൽ വിശദീകരണമൊന്നുമില്ല. അബ്രഹാമേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. എല്ലാവരോടും അങ്ങനെയായിരുന്നു. ബൈബിളിൽ ദൈവവിളി, ദൈവത്തിന്റെ ഒക്കേഷൻ ലഭിച്ചിട്ടുള്ള മിക്കവർക്കും ഫസ്റ്റ് വാക്കിലൊന്നും ഒരു വിശദീകരണവും ഇല്ല. എന്നാൽ ഈ 3 ദിവസം 2 കാരണമാണ് എനിക്ക് തോന്നുന്നത്. ഈ 3 ദിവസം, ഈ 72 hours. ഒന്ന്, പുത്രസ്നേഹം ദൈവസ്നേഹത്തെ മറികടക്കുമോ എപ്പോഴെങ്കിലും? 2, പ്രതിസന്ധികളോട് പരുവപ്പെടാനുള്ള ഒരു സഹനത്തിന്റെ ദൂരമാണത്. 10 മാസം സക്കറിയാവിന് കൊടുത്ത ദൂരമാണത്. ഇസ്രായേലിൽ 20 വർഷം കൊടുത്ത ദൂരമാണത്. ബെത്സയിദയിൽ കൊടുത്ത 38 വർഷത്തിന്റെ ദൂരമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രോബ്ലംസ് ടു പ്രോജക്ട്സ്. പ്രതിസന്ധികൾ പദ്ധതികളാകുമോ? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദീർഘമായതാ. എന്തിനാണ് ഇത്ര ദൂരം? എന്തിനാണ് ഇത്ര നീളം? മാക്സിമോസ് എന്ന് പറയുന്ന ഒരു പഴയ പിതാവ് പറയുന്നുണ്ട്, ഇറ്റ് ടേക്ക് ടൈം ടു ബേക്ക് ബ്രെഡ്. എന്തിനാണ് സുദീർഘ പ്രാർത്ഥനകൾ എന്നൊരു ശിഷ്യൻ ചോദിക്കുമ്പോൾ മാക്സിമസ് പറയാണ്, ഇറ്റ് ടേക്ക് ടൈം ടു ബേക്ക് ബ്രെഡ്. റൊട്ടി മുരിയാൻ സമയം വേണ്ടിവരും, അല്ലേ? എല്ലാം പെട്ടെന്ന് സംഭവിക്കണമെന്ന് ശാഠ്യം പിടിക്കാതിരിക്കുക. ഒരു പൂവിനെ നോക്കുക, ഒരു ശലഭത്തെ നോക്കുക, സൗന്ദര്യമുള്ള എന്തിനേയും നോക്കുക. അതിന്റെ പിന്നിൽ ഒരു കാലത്തിന്റെ ദൂരമുണ്ട്. മോറിയായിലെ ഉൽപ്പത്തി 22:13 നോക്കുക. സൗന്ദര്യമുള്ള ആ നിമിഷങ്ങളെ നോക്കുക. അതിന് പിന്നിൽ ഒരു 72 മണിക്കൂറിന്റെ ദൂരമുണ്ട്. താജ്മഹൽ പണിയാൻ 22 വർഷം എടുത്തില്ലേ? പാവങ്ങൾ എഴുതാൻ വിക്ടർ ഹ്യൂഗോ 12 വർഷം എടുത്തു. അങ്ങനെ പറയാൻ ഒത്തിരിയുണ്ട്. ഞാൻ വിസ്താര ഭയത്താൽ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ക്രൈസ്തവ ജീവിതം ഈ 72 മണിക്കൂർ പഠിപ്പിക്കുകയാണ്, സ്വച്ഛ ജലാശയത്തിലെ മൂകതയല്ല, തിരമാലകൾക്ക് നടുവിലെ കാത്തിരിപ്പാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ പിന്നെയും അത് ആവർത്തിച്ചോട്ടെ, സ്വച്ഛ ജലാശയത്തിലെ മൂകതയല്ല, തിരമാലകൾക്ക് നടുവിലെ കാത്തിരിപ്പാണ് ക്രൈസ്തവ ജീവിതം. നമ്മളിപ്പോ എവിടെയാണ്? ആർക്കറിയാം? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നമ്മളിപ്പോ എവിടെയാണ്? എവിടെ എത്തിയിരിക്കുന്നു? സമയം ഇപ്പോഴെത്രയാണ്? 8 മണിയോ? അല്ല, മധ്യാഹ്നമാണ്. പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം. അങ്ങനെയെങ്കിൽ ചില വിലാപങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളെ, ചില കണ്ണീർ നനവുള്ള ജീവിതങ്ങളെ എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുമോ? എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു നമ്മുടെ കവടിയാർ ഗായക സംഘം ആദ്യമായിട്ട് പാടിയ കുഞ്ഞുമനച്ചൻ മനോഹരമായിട്ട് പഠിപ്പിച്ച നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ, സുന്ദരമായൊരു പാട്ടാണത്. അതെങ്ങനെ ഉണ്ടായിന്നറിയാമോ? പഴയ കോശി തലക്കൽ സാറ് തിരുവനന്തപുരത്ത് ആശുപത്രിയുടെ കാർഡിയാക് ICUവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പാതിരാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചേതനയേറ്റ ശരീരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും പറയാറായിട്ടില്ല എന്ന് ഡോക്ടർ 3ഓ 4ഓ തവണ പറഞ്ഞ ഒരു രാത്രിയിൽ മരണമോ ജീവനോ എന്ന് സന്ദേഹിച്ചു നിന്ന ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ തിരുവനന്തപുരത്ത് ആശുപത്രിയുടെ കാർഡിയാക് ICUവിന്റെ മുന്നിൽ ഒരു രാത്രി പോക്കറ്റിൽ കടന്ന് OP കാർഡിന്റെ പുറകിലോ ഒരു വെള്ള പേപ്പറിലോ കുറിച്ചു വെച്ച വരികളാണ്, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം പൊറുക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാവുന്ന ഒരു മോറിയായുടെ മധ്യാഹ്നം. എൻ്റെ ദൈവത്തിന് എൻ്റെ മേൽ. മനുഷ്യന്റെ ആശയം അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആശയം ആരംഭിക്കുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകം.
നമ്മുടെ കരങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ യാത്ര, ഞാൻ പറയും, ആ യാത്രയുടെ അനുഗ്രഹം 3 കാര്യങ്ങളാണ്. ഒന്ന്, അനുസരണം. അപ്പനെ അനുസരിക്കുന്നൊരു മകൻ മരണത്തോളം, അത് ക്രൂശിലെ ക്രിസ്തുവിനെ സൂചിപ്പിക്കുകയല്ലേ? മരണത്തോളം ഇത് മരണമാണെന്നറിഞ്ഞിട്ടും അനുസരണം. ആ യാത്രയുടെ 2ാമത്തെ കൃപ അനുകരണം. അപ്പന്റെ വിശ്വാസത്തെ അനുകരിക്കുന്നു. നമ്മളും പറയുന്നു അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അബ്രഹാമിന്റെ ദൈവം എന്നല്ല, ഇസഹാക്കിന്റെ ദൈവം എന്നല്ല, യാക്കോബിന്റെ ദൈവം എന്നാണ്. ഒത്തിരി പാളിപ്പോയ മനുഷ്യനാ, ഒത്തിരി ഇടറിപ്പോയ മനുഷ്യനാ. എന്നാൽ ബൈബിൾ ഏറ്റവും കൂടുതൽ പരിശോധിച്ചാൽ ദൈവം എന്ന വാക്കിനോട് ചേർത്ത് വയ്ക്കുന്നൊരു പദമുണ്ടെങ്കിൽ അത് യാക്കോബാണ്. യാക്കോബിന്റെ ദൈവം തലമുറകളുടെ ദൈവമാണ്. നമ്മളത് പാടാറുണ്ട്, പറയാറുണ്ട്. അതെ, അനുകരണം. അപ്പന്റെ വിശ്വാസത്തെ അനുകരിക്കുക. ആ യാത്രയുടെ 2ാമത്തെ കൃപ അനുകരണം. ആ യാത്രയുടെ 3ാമത്തെ കൃപ അനുഗമനം. അപ്പന്റെ വഴിയേ അനുഗമിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ഒരു കുടുംബത്തിന്റെ യാത്ര അമ്മയില്ലെന്നുള്ളതേ ഉള്ളൂ. ഏത് വീടും അനുഗ്രഹിക്കപ്പെടാൻ, ഏത് വീടിന്റെയും പ്രതിസന്ധി പദ്ധതിയാകാൻ ഇത് 3 പോരെ? അനുസരിക്കുന്നൊരു തലമുറ, പിതാക്കന്മാരുടെ വിശ്വാസത്തെ അനുകരിക്കുന്നൊരു തലമുറ, പിതാക്കന്മാരുടെ വഴിയെ അനുഗമിക്കുന്ന ഒരു തലമുറ. മനസ്സിൽ ഇങ്ങനെ ഒരു മന്ത്രം പോലെ ചൊല്ലിക്കേ: അനുസരണം, അനുകരണം, അനുഗമനം. ഒബീഡിയൻസ്, അത് തന്നെ വേണേ പറയാം. പെയിൻഫുൾ ഒബീഡിയൻസ് വിത്ത് പെയിൻ. വേദനയോടനുസരിക്കുക ഇസഹാക്ക്, വേദനയോടനുസരിക്കുകയാണ് അബ്രഹാം. ഒബീഡിയൻസ് വിത്ത് പ്രയർ, പ്രാർത്ഥനയോടനുസരിക്കുകയാണ്. ഒബീഡിയൻസ് വിത്ത് പേഷ്യൻസ്, ക്ഷമയോടനുസരിക്കുകയാണ്. എത്ര വേണമെങ്കിലും ഈ യാത്രയുടെ ചാരുത, ഈ യാത്രയുടെ മനോഹാരിത നമുക്ക് വർണ്ണിക്കാവുന്നതേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ആ യാത്രയുടെ മധ്യാഹ്നത്തിലല്ലേ? നമ്മുടെ കൂടെ ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇസഹാക്കുമാരുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട അപ്പ, എൻ്റെ പ്രിയപ്പെട്ട അമ്മയും മറുപടി പറയാം. എന്താ? ദൈവം ഒന്നുറക്കെ പറയോ? യഹോവൈരേ, ദൈവം കരുതിക്കൊള്ളും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം 27 സങ്കീർത്തനം 1-ാം വചനം എന്താ? യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയും എൻ്റെ ജീവന്റെ ബലവും എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു നിമിഷമായി തീർച്ചയായിട്ടും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതാ, നമ്മുടെ യാത്ര പകുതി എത്തിയിരിക്കുന്നു. ഇനിയും നമുക്ക് അല്പം കൂടെ യാത്ര ചെയ്യാനുണ്ട്. ഈ രാത്രിയുടെ നമ്മുടെ സമയവും വൈകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാ. 3 വാക്കുകൾ നാം പറയരുത്. ഒരിക്കലും ബൈബിൾ തുറക്കുന്ന ഒരു ഭക്തൻ 3 പദങ്ങൾ ഉപയോഗിക്കരുത്. ഒന്നാമത്തേത് അവിചാരിതം. അവിചാരിതം എന്നൊന്നും ഒരിക്കലും പറയല്ലേ. ഒന്നും അവിചാരിതമല്ല. മിദ്യാന്യ കച്ചവടക്കാർ ജോസഫിനെ ഇട്ട പൊട്ടക്കിണറ്റിന്റെ വഴിയിൽ കൂടെ വന്നത് അവിചാരിതമാണോ? അല്ല. നമുക്കത് അവിചാരിതമെന്ന് തോന്നും, അല്ലേ? അത് അവിചാരിതം അല്ല. ആ തിമിംഗലം യോനായെ ഇട്ട വെള്ളത്തിൽ കൂടെ അതിലേ വന്നത് അവിചാരിതമാണോ? അല്ല. അവിചാരിതമെന്നൊരു വാക്കില്ല. 2ാമത് നാം ഉപയോഗിച്ചുകൂടാത്ത പദം അകാലം. 30 വയസ്സിലോ 40 വയസ്സിലോ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ഫ്ലെക്സ് അടിക്കുന്നത് എങ്ങനെയാണ്? അകാലത്തിൽ പൊലിഞ്ഞ ഞങ്ങളുടെ ഇന്ന ചായന്, ഇന്ന ചേട്ടായിക്ക്, അല്ലേ? ആദരാഞ്ജലികൾ അടിക്കല്ലേ, അങ്ങനെ മേലാലങ്ങനെ പോസ്റ്റർ അടിക്കല്ലേ. അകാലം എന്നൊരു വാക്കില്ല. 3 വയസ്സും കാലത്തിന്റെ പൂർണ്ണത, 30 വയസ്സും കാലത്തിന്റെ പൂർണ്ണത, 90 വയസ്സും കാലത്തിന്റെ പൂർണ്ണത. അങ്ങനെയെങ്കിൽ 33കാരൻ തമ്പുരാൻ മരണപ്പെട്ടപ്പോൾ ഫ്ലെക്സ് അടിക്കേണ്ടത് എങ്ങനെയായിരുന്നു? അകാലത്തിൽ മരണപ്പെട്ട 33 വയസ്സുള്ള, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കർത്താവ് 98ാമത്തെ വയസ്സിൽ വയറുവേദന എടുത്ത് ICU കിടന്ന് 3 ദിവസം കിടന്ന് മരിച്ചെങ്കിൽ എന്നാ ബോറായിരുന്നേനെ, അല്ലേ? നമ്മുടെ കർത്താവ് 98ാമത്തെ വയസ്സിൽ വെന്റിലേറ്ററിൽ കിടന്ന് 4 ദിവസം കിടന്ന് മരിച്ചെങ്കിൽ എന്നാ ബോറായിരുന്നേനെ. 33 വയസ്സ് കാലത്തിന്റെ പൂർണ്ണത. അതുകൊണ്ടാണ് എതലസ്ഥായി, നിവൃത്തിയായി, ഇറ്റ്സ് ഫിനിഷ്ഡ്. പക്ഷെ നമ്മൾ പറയും അകാലത്തിൽ നിദ്ര പ്രാപിച്ചു. രസതല്ല, അകാലത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചത്രേ. എങ്ങനെയാണത് ശരിയാവുക? നാം ഉപയോഗിച്ചുകൂടാത്ത 3ാമത്തെ പദം വിധി. വേദപുസ്തകത്തിൽ എവിടെയാണ് നമ്മൾ വിധി എന്നൊരു വാക്ക് വായിക്കാവുന്നത്? വിധി എന്ന് വായിക്കേണ്ടയിടത്തെല്ലാം നമ്മൾ കാണുന്നത് പദ്ധതി എന്നൊരു വാക്കല്ലേ. എനിക്ക് നിന്നെ കുറിച്ചൊരു
പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനായിട്ടല്ല. സ്നേഹമുള്ളവരെ, ഈ 3 പദങ്ങൾ ഒരിക്കലും പറയാതിരിക്കേണ്ട കാരണം, അവിചാരിതമെന്ന് ഒന്നിനെ കുറിച്ചും പറയരുത്, അകാലമെന്ന് ഒന്നിനെ കുറിച്ചും പറയരുത്, മരണമോ ദുഃഖമോ കഷ്ടതയോ ആപത്തോ പട്ടിണിയോ വാളോ അവിചാരിതമെന്ന് പറയരുതേ. 3-ാമത്തെ പദം എന്താണ്? വിധി. വിധി എന്റെ തലവരെയാണെന്ന് പറഞ്ഞ് തലടിക്ക് കൊടുത്ത് നമ്മൾ ഇരിക്കുകയാണ്. ഇതെന്റെ വിധിയായി പോയല്ലോ എന്ന് പറയാണ്. എന്നാൽ വിധിയല്ല, മറിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇനി പറയുന്നത് നിങ്ങളൊന്ന് ധ്യാനിച്ചോളൂ. ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ്. കർത്താവിന്റെ പറഞ്ഞൊരു കഥയുണ്ട് ശമരിയക്കാരന്റെ ഉപമയിൽ. മനസ്സിലാവുന്നുണ്ടോ? ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ആ ലേവ്യനും പുരോഹിതനും ആ വഴിയെ പോയപ്പോ മുറിവേറ്റ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് വിചാരിച്ചു, ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അയാൾ ശബ്ദമുണ്ടാക്കി കാണണം. അവർ അകന്നു പോയപ്പോൾ അയാൾ അവിടെ കിടന്ന് പറയാണ്, എന്റെ വിധിയായി പോയല്ലോ, ഞാൻ ഇവിടെ കിടന്ന് തീരുമല്ലോ. എന്നാൽ ആ കഥയുടെ അവസാനം മുറിവേറ്റ മനുഷ്യൻ 2 കൈ ഉയർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഉണ്ടാവണം. ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. ലേവ്യൻ കണ്ടിരുന്നെങ്കിൽ ആര് കാണുകയില്ലായിരുന്നു? മിണ്ടു ശമരിയക്കാരൻ. നമ്മൾ വിചാരിച്ച ചില ആളുകളില്ലേ, ചില സമയത്ത് നമ്മളെ ഒന്ന് സഹായിക്കും, നമ്മൾ ചോദിച്ചാൽ തരും, നമ്മുടെ കാര്യങ്ങൾക്ക് അയാൾ കാണും. വിദഗ്ധമായിട്ട് മുങ്ങാങ്കുഴി ഇട്ട് കളഞ്ഞില്ലേ ചിലര്. പക്ഷെ അതുകൊണ്ടല്ലേ വേറെ ചില വഴികൾ ദൈവം തുറന്നത്. അങ്ങനെയെങ്കിൽ പറയാൻ പറ്റില്ലേ, അയാൾ കാണാതിരുന്നതാണ് ഭാഗ്യം, അവൾ സഹായിക്കാതിരുന്നതാണ് ഭാഗ്യം, അല്ലേ? ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. തീർച്ചയായിട്ടും നമുക്കും പറയാൻ പറ്റിയതാണ്. ലാസർ പറയുന്നുണ്ട്, ഇന്നലെ വരാതിരുന്നതാണ് ഭാഗ്യം. ഇന്നലെ വന്നിരുന്നെങ്കിൽ എന്നെ ആരറിയായിരുന്നു? ഈ 4-ാം ദിവസം വന്നതുകൊണ്ടല്ലേ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പുസ്തകത്തിൽ എന്റെ പേരുണ്ടായത്. ലാസർ ആഘോഷത്തോടെ പറയുക, ഇന്നലെ വരാതിരുന്നതാണ് ഭാഗ്യം. ആട്ടിടയന്മാർ ക്രിസ്മസ് രാത്രിയിൽ പറയാണ്, വെളിയിൽ മഞ്ഞുകൊണ്ട് കടന്നതാണ് ഭാഗ്യം. അകത്ത് കടന്നിരുന്നെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ലായിരുന്നു. തോമസ് ലീഹ ഉയർപ്പിന് ശേഷം 2-ാമത്തെ ഞായറാഴ്ച ആർക്കോ ഫോൺ ചെയ്ത് പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച പുറത്ത് കറങ്ങിയതാണ് ഭാഗ്യം. മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച പുറത്ത് കറങ്ങാൻ പോയതാണ് ഭാഗ്യം. കഴിഞ്ഞ ആഴ്ച ഞാൻ അകത്തിരുന്നായിരുന്നെങ്കിൽ എന്നത്തെ തൊടാനൊക്കത്തില്ലായിരുന്നു, ചങ്കത്ത് തൊടാനൊക്കത്തില്ലായിരുന്നു, വിലാവിൽ എനിക്ക് തൊടാനൊക്കത്തില്ലായിരുന്നു. ചിലതൊക്കെ സംഭവിക്കാഞ്ഞതാണ് നല്ലതെന്ന്, ചിലതൊക്കെ നടക്കാതിരുന്നതാണ് നല്ലതെന്ന്, അതായിരുന്നു പദ്ധതി എന്ന് ഈ കസേരയിലിരുന്ന് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ടാഗോർ പാടിയതുപോലെ, സ്വയം കണ്ണുപായുന്ന ദിക്കിൽ സമസ്തം പ്രിയം തന്നെയാകുന്നതെന്നായിരിക്കും. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് കവി പാടുന്നത് പോലെ എല്ലാം നന്മയ്ക്കായി, എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം നോക്കിക്കൊള്ളും. എല്ലാ മരങ്ങളും പൂത്തിട്ടൊന്നുമല്ല കവി പാടിയത്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ. പക്ഷെ ഉള്ളിൽ ദൈവമുള്ളവന്, ഉള്ളിൽ നന്മയുള്ളവന്, ഉള്ളിൽ ആർദ്രതയുള്ളവന് എല്ലാ മരങ്ങളും പൂത്തതായി തോന്നുകയാണ്, എല്ലാം നന്നായി തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, 3-ാമത് നമ്മളിതാ മോറിയയുടെ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മധ്യാഹ്നം കഴിഞ്ഞിരിക്കുന്നു. വിരുന്നുകൾ വിലാപങ്ങളായ പ്രഭാതം എന്നേ കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ബലമുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ പദ്ധതികളാകുമെന്ന് നനച്ചൊരു മധ്യാഹ്നവും കടന്നുപോയിരിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് താണുപോകാൻ വെമ്പുന്ന വൈകുന്നേരം. നേരം 4 മണിയായിരിക്കുന്നു. നേരം 5 മണിയാകുന്നു. മോറിയയുടെ ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങളും കൂടെ വരൂ. ചിലരൊക്കെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇതാ മോറിയയുടെ ഉയരങ്ങളിൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ആ ചെറിയ സംഘത്തോടൊപ്പം തിരുവനന്തപുരത്ത് നാമും ഇന്ന് രാത്രി ചേർന്നിരിക്കുകയാണ്. ഇതാ മലയുടെ ഉയരത്തിൽ ഇതിന്റെ ക്ലൈമാക്സ്, ഈ യാത്രയുടെ അവസാന നിമിഷങ്ങൾ. യാഗപീഠം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിന്റെ മുഖം കൂടുതൽ വിവരണമായോ എന്നൊരു സന്ദേഹം, ഇസ്ഹാക്കിന്റെ മുഖത്തെ അമ്പരപ്പ്. പക്ഷെ ആ വൈകുന്നേരത്തെ ഒരു പേര് വിളിക്കുക,
ഭാരങ്ങൾ ചാരമായ സായാഹ്നം. ഈവനിങ്സ് that transform burdens to ashes. Evening that transform burdens to ashes. ഭാരങ്ങൾ ചാരമായിരിക്കുന്നു. നിങ്ങൾ പറയൂ, അങ്ങോട്ട് കൊണ്ടുപോയ വിറകെല്ലാം തിരിച്ചിറങ്ങി വരുമ്പോ അതിന് എന്ത് ചേഞ്ചാണ് ഉണ്ടായത് സബ്സ്റ്റൻസിൽ? കർത്താവേ, എന്തായിട്ട് മാറി? ചാരമായി, ചാമ്പലായിരിക്കുന്നു. ചുമന്നു കൊണ്ടുപോയ ഭാരങ്ങളെല്ലാം ചാരമായിരിക്കുന്നുവെങ്കിൽ ഈ വൈകുന്നേരത്തെ അഴകോടെ നമുക്ക് വിളിക്കാം ഭാരങ്ങൾ ചാരമായ സായാഹ്നം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു 9-ാം വാക്യത്തിൽ, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥാനത്ത് അവർ എത്തി. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥാനത്ത് അവർ എത്തി. അവിടെ ഭാരം ഉരുകി മാറുകയാണ്. ഈ ബലിപീഠം കെട്ടിക്കൊണ്ടിരിക്കുമ്പോ അബ്രഹാമിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ കുടുകുടാ വീഴുകയാണെന്ന് കൂട്ടിക്കോളൂ. അബ്രഹാം സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെന്നറിയാം? ഉളവാകരുതേ പ്രതിബന്ധം, ഞാൻ തീർത്തോരീ പീഠത്തിൽ, ഇസഹാക്കേറ്റം ദയനീയം, കേണാലും ഞാൻ ബലി നൽകും. എന്നെ ഒന്ന് കേട്ടേ. അബ്രഹാം സ്വയം പറയുകയാണ്, ഉളവാകരുതേ പ്രതിബന്ധം, ഞാൻ എത്ര തളർന്നാലും, ഞാൻ എത്ര കരഞ്ഞാലും, ഞാൻ തീർത്തോരീ പീഠത്തിൽ, ഞാൻ ഒരുക്കി യാഗപീഠത്തിൽ എന്റെ കുഞ്ഞ്, ഇസഹാക്കേറ്റം ദയനീയം, കേണാലും ഞാൻ ബലി നൽകും. എന്റെ കുഞ്ഞ് എത്ര കരഞ്ഞാലും, എന്റെ കുഞ്ഞെത്ര കുതറിയാലും, എന്റെ മകൻ എത്ര നിർബന്ധം പിടിച്ചാലും, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്റെ പുത്രസ്നേഹം എന്നെ പിന്തിരിപ്പിക്കുകയില്ല. അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോ ഈ കുഞ്ഞിങ്ങനെ നിൽക്കുക. ഈ കുഞ്ഞപ്പനോട് പറയാ, 3 ദിനം നാം നടകൊണ്ടു നോക്കിയിരിക്കും നെന്മാതാ, ബലികൽപ്പന പോലർപ്പിക്ക, ശങ്കിച്ചെന്നെ നോക്കേണ്ട. നിങ്ങളൊന്ന് കേട്ടേ. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കാൻ ധൈര്യം അബ്രഹാമിനില്ല. എങ്ങനെ നോക്കാനാണ്? ഈ കുഞ്ഞിന്റെ മുഖത്തൊന്ന് പാളി നോക്കിക്കൊണ്ട് അബ്രഹാം ഈ ബലിപീഠം അമർത്തുമ്പോ ഈ കുഞ്ഞു പറയുക, 3 ദിനം നാം നടകൊണ്ടു. എൻ്റെ അപ്പ, കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ നടക്കുകയാണ്, നോക്കിയിരിക്കും നെന്മാതാ. ഇപ്പ വരും എൻ്റെ കുഞ്ഞ്, ഇപ്പ വരും എൻ്റെ മകൻ, ഇപ്പൊ തിരികെ എത്തുമെന്ന വഴിക്കണ്ണുമായി ഞാൻ മാത്രമല്ലേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ സാറാമ്മച്ചി എന്നെ നോക്കിയിരിക്കുക. പക്ഷെ എൻ്റെ അപ്പ ബലികൽപ്പന പോൽ അർപ്പിക്ക. അപ്പനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ അപ്പനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബലികൽപ്പന പോലർപ്പിക്ക, ശങ്കിച്ചെന്നെ നോക്കേണ്ട. എന്നെ എന്തിനാണിങ്ങനെ നോക്കുന്നത്? ഞാൻ പിന്മാറില്ല, ഞാൻ കുതറിമാറില്ല. ഇതാ കരങ്ങൾ. എത്ര മനോഹരമായി ആ രംഗം. ഇതാ ഈ വൈകുന്നേരത്ത് പടിഞ്ഞാറ് അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി ജീവന്റെ വിശ്വാസം, ചൂടുള്ള വിശ്വാസം ഒരു മകൻ പ്രഖ്യാപിക്കുക. എന്നിട്ട് കുഞ്ഞിനെ കരങ്ങൾ കൊണ്ട് എടുത്ത് ബലിപീഠത്തിലേക്ക് കടത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ കുട്ടി അവസാനമായി പറയുന്നൊരു പിതാക്കന്മാർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എന്നെ സാറായുടെ ഗർഭേ നൽകിയ നാഥൻ സംസ്തുത്യൻ. തികഞ്ഞ വാർദ്ധക്യത്തിൽ
എൻ്റെ അമ്മയുടെ കണ്ണീരിന്റെ ഫലമായി എന്നെ സാറായുടെ ഗർഭേ നൽകിയ നാഥൻ സംസ്തുത്യൻ. ആശ്വാസമവൾ കേകീടും നെടുവീർപ്പുകളെ മായിക്കും. ഞാൻ തിരികെ ചെല്ലില്ല, എൻ്റെ അപ്പൻ തിരികെ പോകുമല്ലോ എന്നെ ബലി അർപ്പിച്ചിട്ട്. വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന എൻ്റെ അമ്മയുടെ അടുത്തേക്ക് അപ്പൻ ചെല്ലുമ്പോ എൻ്റെ കുഞ്ഞെവിടെ എന്ന് എൻ്റെ അമ്മ അലമുറയിട്ട് കരയുമ്പോ സ്വർഗത്തിലെ ദൈവം ഉണ്ടല്ലോ, ആശ്വാസമവൾ കേകീടും നെടുവീർപ്പുകളെ മായിക്കും. നിങ്ങൾ തുറന്നു വച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് എന്തോ ഒരു വിശ്വാസത്തിന്റെ ജ്വാല, വിശ്വാസത്തിന്റെ അഗ്നി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നില്ലേ? വിരുന്നുകൾ വിലാപങ്ങളിലേക്ക് വീഴുന്നൊരു പ്രഭാതമുണ്ടെങ്കിൽ പ്രതിസന്ധികൾ പദ്ധതികളാകുന്നൊരു മധ്യാഹ്നമുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയാൻ, എന്നാൽ അതിനുമപ്പുറം യാത്ര ചെയ്താൽ ആ പ്രതിസന്ധികളുടെ പർവ്വതം കയറി കഴിയുമ്പോൾ ഭാരങ്ങളെല്ലാം ചാരങ്ങളായി മാറുന്നൊരു നിമിഷമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഭാരത്തിൽ നിന്ന് ചാരത്തിലേക്കുള്ളൊരു ദൂരമാണ്. ഡിസപ്പോയിന്റ്മെന്റിൽ നിന്ന് അപ്പോയിന്റ്മെന്റിലേക്കുള്ളൊരു ദൂരമാണ്. കണ്ണുനീരിൽ നിന്ന് കൃപകളിലേക്കുള്ളത് ഒരു ദൂരമാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉൽപ്പത്തി 22:1 ഇങ്ങനെയാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്, അബ്രഹാമേ നിന്റെ ഏകജാതനെ കൂട്ടിക്കൊണ്ട് ബലിയർപ്പിക്കുക. നിങ്ങൾ ബൈബിൾ നോക്കിക്കോ, എത്ര തവണയാണ് ആ വിളി ആവർത്തിക്കുന്നത്? ഒറ്റ തവണ. എന്നാൽ 11-ാം അധ്യായം എത്തുമ്പോൾ ആ മോറിയയുടെ മുകളിൽ ദൈവം അബ്രഹാമിനെ ബലിപീഠത്തിന്റെ മുമ്പിൽ കുഞ്ഞിന്റെ ദേഹത്ത് കൈ തൊടരുതെന്ന് വിളിക്കുന്നത് എത്ര തവണയാന്ന് ആർക്കെങ്കിലും പറയാമോ? അബ്രഹാമേ അബ്രഹാമേ. എത്ര തവണയാ? 2 തവണ. എന്താ ഇതിന്റെ അർത്ഥം? ഇതിനിങ്ങനെ ഒരു അർത്ഥമില്ലേ? 1-ാം വാക്യത്തിലെ വിളി കണ്ണുനീരിലേക്കുള്ള വിളിയാ. 11-ാം വാക്യത്തിലെ വിളി കരുതലിലേക്കുള്ള വിളിയാ. എന്ന് പറഞ്ഞാൽ 1-ാം വാക്യത്തിൽ ഒരൊറ്റ തവണയാണെങ്കിൽ 11-ാം വാക്യത്തിൽ 2 തവണയാ. ദൈവം ഒരാളെ കണ്ണുനീരിലേക്ക് വിളിക്കുന്നെങ്കിൽ ഒരു കാലം കഴിയുമ്പോ, ഒരു സഹനത്തിന്റെ ദൂരം കഴിയുമ്പോൾ ദൈവം അയാളെ ഇരട്ടി കൃപയിൽ കരുതലിലേക്ക് വിളിക്കും. നമുക്ക് ഈ രാത്രി അവസാനിപ്പിക്കാം. ഇതാ മോറിയയുടെ മലയുടെ ഉയരങ്ങളിൽ അബ്രഹാം തലപൊക്കി നോക്കി. ഇനി അബ്രഹാമിന് തലപൊക്കാം. വിശ്വാസത്തിന്റെ നായകനായി നിൽക്കുന്ന അബ്രഹാമിന് തലപൊക്കാം. ഭാരങ്ങൾ കുറയുന്നിടത്ത് തല ഉയരുക. ഇത് അബ്രഹാമിന്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു. മരണത്തിന് പോലും പരിഹാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി വരിക. 3-ാം ദിവസം കല്ലറ തുറന്നപ്പോൾ അഴുകിത്തുടങ്ങിയ മൃതശരീരമായിരുന്നു. ദുഃഖശനിയാഴ്ച കഴിഞ്ഞ് കണ്ടിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്രമേൽ ദുസ്സഹമാകുമായിരുന്നു. എന്നാൽ മരണത്തിന് പോലും പരിഹാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മലയിറങ്ങി വരുന്ന 2 പേർ. പ്രത്യാശയുടെ ഘടികാരത്തിന് കീ കൊടുക്കേണ്ടത് വിശ്വാസമെന്ന താക്കോൽ ഉപയോഗിച്ചിട്ടല്ലേ? ഇതാ അബ്രഹാം കീ കൊടുത്തിരിക്കുന്നു. അബ്രഹാം വിശ്വാസമെന്ന താക്കോല് കൊണ്ട് പ്രത്യാശയുടെ ഘടികാരത്തിന് കീ കൊടുത്തിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, അവിടെ അബ്രഹാമാണോ അല്ല ഇസഹാക്കാണോ കുഞ്ഞാടാണോ ആദ്യം ചെന്നത് എന്ന് പറയാമോ? ഒന്നും പറയില്ല ഞങ്ങൾ. ഈ ഇസഹാക്കാണോ, ഇസഹാക്കിന് പകരം അറക്കപ്പെട്ട കുഞ്ഞാടാണോ ആ മലയിൽ ആദ്യം ഉണ്ടായിരുന്നത്? എന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും കുഞ്ഞാട് തന്നെയാ. കാരണം ആ ആടിന്റെ പ്രായം എത്ര ആണെന്നറിയാം. ആ അധ്യായത്തിൽ പറയുന്നില്ല, പുറകോട്ട് പോയാൽ അറിയാം. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയുടെ പ്രായം 3 വയസ്സാണ്. പെസഹ കുഞ്ഞാടിന്റെ പ്രായം 1 വയസ്സാണ്. അങ്ങനെയെങ്കിൽ ഇസ്ഹാക്കിന് പകരം ഹോമയാഗമാകേണ്ട ആടിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? പറയൂ. 3 വയസ്സ്. ഇവർ നടന്നു തുടങ്ങിയിട്ട് ഇവരുടെ ചങ്കത്തിരിക്കുന്ന ഭാരം എത്ര ദിവസം പഴക്കമുണ്ട്? എത്ര ദിവസം? നിങ്ങൾക്ക് അതിന് ഉത്തരം കണ്ടെത്താം. 3 ദിവസം പഴക്കമുള്ള സങ്കടത്തിനു വേണ്ടി, 3 ദിവസം പഴക്കമുള്ള ഭാരത്തിനു വേണ്ടി,
3 വർഷം മുന്നമേ ഉത്തരം കരുതിയ ഒരു ദൈവം മോറിയായുടെ ഉയരങ്ങളിലുണ്ട്. അവിടെ മാത്രമല്ല, നാം കയറുന്ന സങ്കീർണതകളുടെ മോറിയ മലമുകളിലും ചോദ്യത്തിനു മുൻപേ നിന്നെ നിന്റെ പ്രശ്നത്തിന് പുറത്തെത്തിക്കാനുള്ള വഴി ദൈവം കണ്ടിട്ടുണ്ട്. അല്ലേ? 3 ദിവസം പഴക്കമുള്ള സങ്കടത്തിന് വേണ്ടി ചോദ്യത്തിന് മുന്നമേ ഉത്തരമുണ്ട് എന്ന് പറയാൻ വേറെന്ത് ബലമാണ് ഇനി വേണ്ടത്? കർത്താവ് ജനിക്കുന്നതിന് 5 വർഷം മുമ്പേ ബെത്സൈദയിൽ കടന്നൊരു മനുഷ്യനുണ്ട്. അവൻ കടന്നത് തന്നെ, അല്ലേ? കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് പലതവണ അവൻ വിധി വിധി എന്ന് പറഞ്ഞു. പക്ഷെ 38ാമത്തെ വർഷം അവന്റെ പ്രശ്നത്തിൽ നിന്ന് അവനെ പുറത്തെത്തിക്കാനുള്ള വഴി ഉണ്ടായിരുന്നു. അവിടെ അയാൾ പറയാണ്, എൻ്റെ വിധിയായിരുന്നില്ല, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി. സ്നേഹമുള്ളവരെ, നിങ്ങൾ വളരെ ക്ഷീണിതരാണെന്ന് എനിക്കറിയാം. കാരണം എപ്പം മല കയറി തുടങ്ങിയതാണ്, വെളുപ്പിന് ഇറങ്ങിയതാണല്ലോ നാം. വിരുന്നുകളുടെ കണ്ണീരനുഭവത്തിൽ വിലാപത്തിലേക്ക് വീണ് കയറി കയറി മധ്യാഹ്നം എത്തിയപ്പോഴേക്കും ഭാരങ്ങൾ നാം പറയുകയായിരുന്നു എല്ലാം ചാരമാകുമെന്ന്. പിന്നെയും നാം കയറി. അവസാനം ഭാരങ്ങൾ ചാരമായ സായാഹ്നം അന്തിസൂര്യനെ സാക്ഷി നിർത്തി നാം ഇതാ മലയിറങ്ങി വന്നിരിക്കുന്നു. എല്ലാവരും മോറിയയിൽ നിന്ന് താഴെ ഇറങ്ങി ഈ കസേരയിലിരിക്കണം. നമ്മുടെ യാത്ര ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് വിശ്വാസത്തിന്റെ യാത്രയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു യേശുവിനെ നോക്കി യാത്ര ചെയ്യാനുള്ള 13 വാക്യങ്ങൾ, ഈ ചിന്തകൾ, ഈ ധ്യാനം നമ്മുടെ മനോമുകുരത്തിൽ തുടർ സ്പന്ദനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പരിഗണനയ്ക്ക്, താല്പര്യത്തിന്, പ്രത്യേകിച്ചും പ്രൗഢമായ ഈ പട്ടണത്തിലെ ഈ കൺവെൻഷനിലേക്കുള്ള, ഈ വചന പ്രബോധന വേദിയിലേക്കുള്ള ഈ ബലഹീനനായ എന്നെ ക്ഷണിച്ചതിനുള്ള ക്ഷണത്തിന് അഭിമന്യ തിരുമേനിയോട്, എല്ലാ വന്യരായ പട്ടക്കാരോടും ഇതിന്റെ സംഘാടകരോടും സ്നേഹമുള്ള ദൈവജനത്തോടും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.